Good morning, my dear Makkals. Good morning. Good morning. Okay. അപ്പൊ ഇന്നലെ നമ്മള് എടുത്തു തുടങ്ങിയത് BPCC 113 ആണ്. നമ്മുടെ എന്തായിരുന്നു 113 എന്ന് പറയുന്നത്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2 ആണ്. അതിൽ ഫസ്റ്റ് ഡിസോർഡർ നമ്മൾ ഇതിൽ പഠിച്ചു തുടങ്ങി. സ്കീസോഫ്രീനിയയുടെ സിംറ്റംസും ക്ലിനിക്കൽ പിക്ചറും കാര്യങ്ങളൊക്കെ ഇന്നലെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇന്ന് എടുക്കാൻ പോകുന്നത് സ്കീസോഫ്രീനിയയുടെ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് ബയോളജിക്കലി സ്കീസോഫ്രീനിയ വരുന്നു, അതുപോലെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ, സൈക്കോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. സ്കീസോഫ്രീനിയ കൾച്ചറലിയും സോഷ്യലി എങ്ങനെ വരുന്നു, ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റ് ഫോർ സ്കീസോഫ്രീനിയ. ഇനി ഇത്രയും ആട്ടോ നമുക്ക് പറയാനുള്ളത്. നോക്കാം നമുക്ക്. കാണുന്നില്ലേ? കോസൽ ഫാക്ടേഴ്സ് ആട്ടോ എടുക്കുന്നത്. സ്കീസോഫ്രീനിയയുടെ കാരണം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള ബയോളജിക്കലും സൈക്കോസോഷ്യൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ കേട്ടോ. ബയോളജിക്കൽ ഫസ്റ്റ് വരുന്നത് ജനറ്റിക് ഇൻഫ്ലുവൻസ് ആണ്. അത് ജനറ്റിക് ഇൻഫ്ലുവൻസ് ഒരു പ്രത്യേക ജീന് കാരണമല്ല കേട്ടോ. അവിടെ കുറെ ജീനിന്റെ കോമ്പിനേഷൻ കാരണമാണ് സ്കീസോഫ്രീനിയ ഉണ്ടാവുന്നതാണ്. ജനറ്റിക്കലി പറയുന്നത് ഒരു ജീൻ അല്ല കേട്ടോ സ്കീസോഫ്രീനിയക്ക് കാരണമാകുന്നത്, കുറച്ച് ജീനുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത്. ഓവറോൾ സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് സ്കീസോഫ്രീനിയ ഇസ് പോളിജെനിക്. ഒന്നിലധികം ജീൻ എന്നുള്ളതിനെയാണ് പോളിജെനിക് in nature. That is, there is no one gene responsible for schizophrenia, but multiple combination of gene that produce vulnerability for schizophrenia. Multiple genes ആണ് schizophrenia ഉണ്ടാക്കുന്നത്. കണ്ടോ? ഓവറോൾ സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ്? സ്കീസോഫ്രീനിയ പോളിജെനിക് ഇൻ നേച്ചർ ആണ്. ഒരു ജീൻ അല്ല, മൾട്ടിപ്പിൾ ജീന്റെ കോമ്പിനേഷൻ കാരണമാണ് സ്കീസോഫ്രീനിയ ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക ജീനല്ല, ഒരുപാട് ജീനിന്റെ കോമ്പിനേഷൻ കാരണമാണ് സ്കീസോഫ്രീനിയ ഉണ്ടാകുന്നത്. അത് ഓക്കെ ആണോ? ജനറ്റിക് ഇൻഫ്ലുവൻസ് ഓക്കെ ആണോ എന്ന് പറഞ്ഞ്. അടുത്തത് ഫാമിലി സ്റ്റഡീസ് ആണ്. കുടുംബത്തിൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. സ്റ്റഡീസ് ഹാവ് എക്സാമിൻഡ് ഫാമിലീസ് ഹു ഹാവ് മെമ്പേഴ്സ് വിത്ത് സ്കിസോഫ്രീനിയ ആൻഡ് ഫൗണ്ട് ദാറ്റ് സിവിയറിറ്റി ഓഫ് പേഷ്യൻസ് ഇസ് ഓൺ ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ഓഫ് ചൈൽഡ് ഡെവലപ്പിംഗ് സ്കിസോഫ്രീനിയ. വീട്ടിലുള്ള ആളുടെ സ്കിസോഫ്രീനിയയുടെ സിവിയറിറ്റി അനുസരിച്ച് കുട്ടിയിലും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഫാമിലിയിലുള്ള കുട്ടികൾക്ക് വരാൻ ചാൻസ് വളരെ കൂടുതൽ. സിവിയറിറ്റി അനുസരിച്ച് ലോ ആണെങ്കിൽ ലോ ആയിട്ടായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക, ഹൈ ആണെങ്കിൽ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്ത ട്വിൻ സ്റ്റഡീസ് ആണ്. ട്വിൻ സ്റ്റഡീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ട്വിന്നിന് വരാണെങ്കിൽ അടുത്ത ട്വിന്നിന് ട്വിൻസിൽ ഒരാൾക്ക് വരാണെങ്കിൽ അടുത്ത ആൾക്കും വരാനുള്ള ചാൻസ് 48% ചാൻസ് ഉണ്ട് അടുത്ത ആൾക്കും വരാനും. Studies of twins with schizophrenia conclude that if one of the identical twin has schizophrenia, then 48% of times the other twin also has schizophrenia. ട്വിന്നില് ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള ചാൻസ് 48%. However, in non-identical twin, the rate is 70. Non-identical ഒരേപോലെ എല്ലാത്തിലും ആകെ 17%. ഐഡന്റിറ്റിക്കൽ ട്വിന്നിലാണെങ്കിൽ ഒരാൾക്ക്, അതായത് കണൽ ഒരേപോലെയുള്ള, അതായത് മോണോസൈഗോട്ടിക് ആണെങ്കിൽ ഐഡന്റിറ്റിക്കൽ ട്വിന്നാണെങ്കിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള ചാൻസ് എത്രയാണ്? 48%. നോൺ ഐഡന്റിറ്റിക്കൽ ആണെങ്കിൽ 17% മാത്രമാണ്. അപ്പൊ മനസ്സിലായോ ഫാമിലി സ്റ്റഡീസും ട്വിൻ സ്റ്റഡീസും ഒന്ന് പറഞ്ഞേ. ഇനി ഐഡന്റിറ്റിക്കൽ ട്വിന്നിന് ഇത്രയും ചാൻസ് എന്താണെന്ന് അറിയോ? അവർ ഒരേ ജീനിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, അല്ല സോറി, ഒരേ സൈഗോട്ടിൽ നിന്ന് മുറിഞ്ഞു പോകണാണ്. ഐഡന്റിക്കൽ ട്വിൻ അറിയില്ലേ, നമ്മള് എഗ്ഗും സ്പേമും ഫ്യൂസ് ആയിട്ട് ഒരു സൈഗോട്ടായിട്ട് മാറും. അത് സെൽ ഡിവിഷന്റെ സമയത്ത് രണ്ടായിട്ട് മാറി, അങ്ങനെ നാലാവല്ല, ഈ രണ്ടാവുന്ന സമയത്ത് മുറിഞ്ഞു പോയാലാണ് ഐഡന്റിറ്റിക്കൽ ട്വിൻ ആവുക. അതുകൊണ്ടാണ് അവരിൽ വരാനുള്ള ചാൻസ്. അവർ ഒരേ വീട്ടിൽ ഒരേപോലെ റേസ് ചെയ്യും, ചിലപ്പോൾ ഒരേ ജെൻഡറും ആയിരിക്കും,
അതുകൊണ്ടാണ് ഇവരെന്ത് പറ്റുന്നത്, ഇവർക്ക് കൂടുതൽ വരാനുള്ള ചാൻസ്. ഇതാണ് അഡോപ്ഷൻ സ്റ്റഡി പറയുന്നത്. ഇറ്റ് ഇസ് എ റീസണബിൾ ടു എക്സ്പെക്ട് ദാറ്റ് ദ വൺ റീസൺ ദാറ്റ് മോണോസൈഗോട്ടിക് ട്വിൻ, ഐഡന്റിക്കൽ ട്വിൻ, കുഡ് ഹാവ് ഹയർ റേറ്റ് ഓഫ് സ്കിസോഫ്രീനിയ ബിക്കോസ് they are more likely to be raised in more similar environment than dizygotic. ഒരേ എൻവയോൺമെന്റ് ഒരേപോലെ എനിക്ക് ഐഡന്റിക്കലിനെ വളർത്താം. ദിസ് ഇസ് ബിക്കോസ് ഐഡന്റിക്കൽ ട്വിൻസ് ആർ ഓൾവേസ് ഓഫ് ദ സെയിം ജെൻഡർ. അവർ ഒരു സൈഗോട്ടിൽ തന്നെ ഉണ്ടാവുന്നില്ല, സെയിം ജെൻഡർ ആയിരിക്കും, ഒരേപോലെ ഒരേ രീതിയിലേക്ക് വളർത്തുക ഈ ഐഡന്റിക്കലിനെ. അതുകൊണ്ടാണ് ഇവരിൽ ഒരാൾക്ക് വന്നാൽ മറ്റാൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഇനി മോളിക്യുലർ ജെനറ്റിക്സ് പറയുന്നുണ്ട്. ത്രൂ ലിങ്കേജ് അനാലിസിസ്, എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഇറ്റ് സ്കിസോഫ്രീനിയ occurs with a known DNA marker trait like color blindness and blood group. Research were able to locate chromosome 1, 2, 3, 5, 6, 8, 10, 11, 13, 20 and 22 for their role in schizophrenia. കണ്ടോ, DNA ക്രോമസോം ഏതൊക്കെയാണ്? 1, 2, 3, 5, 6, 8, 10, 11, 12, 20, 22 റോൾ ഉണ്ട്. ഈ എല്ലാ 23 പെയറാണല്ലോ, 46 ക്രോമസോം ആണല്ലോ ഉള്ളത്, 23 പെയർ. ഈ 23 1, 2, 3, 5, 6, 8, 10, 11, 13, 20 and 22 അവർക്കൊക്കെ റോൾ ഉണ്ട് സ്കിസോഫ്രീനിയയിൽ. റീസെന്റ് സ്റ്റഡി ഹാവ് ബീൻ ഏബിൾ ടു ഐഡന്റിഫൈ കാൻഡിഡേറ്റ് ജീൻസ് ഓൺ ദ ക്രോമസോം. കാൻഡിഡേറ്റ് ജീൻസിനെയും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അത് ആരാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രോമസോമിന് റോൾ ഉണ്ട് എന്താണ് നമ്മുടെ സ്കിസോഫ്രീനിയയില് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? മാം ഒന്നും കൂടി പറയും. എടാ, through linkage analysis, a method for finding out schizophrenia occurs with a known DNA marker trait. Color blindness ഉം blood group ഒക്കെ നോക്കുന്ന പോലെ മാർക്കർ ട്രൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ക്രോമസോമിലെ 1, 3, 5, 2, 6, 8, 10, 11, 13, 20, 22 ഈ എല്ലാ ക്രോമസോമുകൾക്കും റോൾ ഉണ്ട് സ്കിസോഫ്രീനിയയിൽ നിന്ന് കണ്ടെത്തി. അതുപോലെ കാൻഡിഡേറ്റ് ജീനിനെയും കണ്ടെത്താം. ഏത് ജീനാണ് ഉണ്ടാക്കണം, കാൻഡിഡേറ്റ് ജീനിനെയും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് പാരന്റൽ എക്സ്പോഷർ ആണ്. റിസർച്ച് സജസ്റ്റ് ദാറ്റ് in identical twins who are discarded for schizophrenia, some environmental factors hit on for genes of schizophrenia for the twin that goes on develop schizophrenia and not for a healthy twin. അതായത് റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഐഡന്റിക്കൽ ട്വിൻ discordant for schizophrenia ഉണ്ടാവുന്ന ഐഡന്റിക്കൽ ട്വിൻ സം എൻവയോൺമെന്റൽ ഫാക്ട് ഹിറ്റ്സ് ഓൺ ഫോർ ജീൻ ഓഫ് schizophrenia. കുറച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവരെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പാരന്റ്സിന്റെ എക്സ്പോഷർ ആയിരിക്കും. പാരന്റൽ എക്സ്പോഷർ ആണ് മെയിൻ ആയിട്ട്. Consistent with the diathesis stress model, parental exposure to infections and other stressors in people with the genetic vulnerability for schizophrenia may precipitate to cause schizophrenia in adulthood. ചെറുപ്പത്തിലെ പാരന്റ്സിന്റെ ഭയങ്കര സ്ട്രെസ്സർ, പാരന്റ്സിന്റെ അവർക്ക് ജെനറ്റിക് വൾണറബിലിറ്റി ഓൾറെഡി ഉണ്ട് സ്കിസോഫ്രീനിയ വരാനുള്ള. അതാണ് ഡിസ്കോർഡന്റ് ഫോർ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അവർക്കൊരു ചാൻസ് ഉണ്ട് ഓൾറെഡി വരാന്. അതിന്റെ കൂട്ടത്തിൽ എന്താണ് കുറച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവരെ ഹിറ്റ് ചെയ്യുകയും കൂടി ചെയ്യാണ്. പാരന്റൽ സ്ട്രെസ്, അതുപോലെ പാരന്റൽ എക്സ്പോഷർ ആയാണ് എന്തെങ്കിലും ഇൻഫെക്ഷനിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാരന്റ്സിന്റെ ഒരു റോള് കാരണവും ഇവർക്ക് അഡൽഹുഡിൽ സ്കിസോഫ്രീനിയ ഉണ്ടാവാണ്. ഓൾറെഡി ജനിച്ചപ്പോൾ അവർക്ക് ഉണ്ട് ജീൻസ് ഓഫ് സ്കിസോഫ്രീനിയ ഉണ്ട്, അവർ ഡിസ്കോർഡന്റ് ആണ് സ്കിസോഫ്രീനിയക്ക്. അതിന്റെ കൂട്ടത്തില് പാരന്റ്സ് ഒരു കുഴപ്പമില്ലാണ്ട് പോവാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ മാഞ്ഞു പോവായിരുന്നു. മാഞ്ഞു പോയല്ല, ചിലപ്പോൾ മൈൽഡ് ആയിട്ടൊക്കെ വരായിരുന്നു. അതിന്റെ കൂട്ടത്തില് എൻവയോൺമെന്റൽ ഫാക്ടർ ആയിട്ടുള്ള പാരന്റൽ എക്സ്പോഷർ കൂടി വരികയാണെങ്കിൽ പിൽക്കാലത്ത് അവർക്ക് എന്തായാലും സ്കിസോഫ്രീനിയ ഉണ്ടാവുന്നതാണ് റിസർച്ചുകൾ പറയുന്നത്. ഇതാണ് പാരന്റൽ എക്സ്പോഷർ. അതായത് ദോസ് ഹു ആർ ഓൾറെഡി വൾണറബിൾ ജീൻ ഫോർ സ്കിസോഫ്രീനിയ, ഓൾറെഡി വൾണറബിൾ ആണ്. അതിന്റെ കൂട്ടത്തിൽ എന്തും വന്നു പാരന്റൽ എക്സ്പോഷർ കൂടി വരികയാണെങ്കിൽ എന്തായാലും അഡൽഹുഡില് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഈ പാരന്റൽ എക്സ്പോഷർ എന്നാണ് ഉദ്ദേശിച്ചത്? പറയുന്നുണ്ടല്ലോ സ്ട്രെസ്, പാരന്റ്സ് സ്ട്രെസ് കൊടുക്കുക, പാരന്റൽ പിന്നെ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാരന്റിങ് മോശമായിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അവസ്ഥ, ഇതൊക്കെ ഒരു ഘടകമാണ്. സ്കിസോഫ്രീനിയയില് ഫുള്ളും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ജീവിച്ചു വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി വൈറൽ ഇൻഫെക്ഷൻ അതും പറയുന്നുണ്ട് കേട്ടോ. വൈറൽ ഇൻഫെക്ഷൻ ഹാവ് ബീൻ സജസ്റ്റഡ് ടു പ്ലേ എ കീ റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് സ്കിസോഫ്രീനിയ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മോർ പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ ആർ ബോൺ ബിറ്റ്വീൻ ജനുവരി ആൻഡ് മാർച്ച് than would be accepted by chance, suggesting the role of a seasonal infection. ഇൻഫെക്ഷൻ കാരണമുണ്ട്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാരൊക്കെ ജനുവരി മാർച്ചിന്റെ ഉള്ളിൽ ജനിച്ചവരാ. ആ സമയത്ത് അവിടെ ഒരു സീസണൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയമാണ്. Risk of schizophrenia increases if mother gets the flu in the 4th or 7th month of gestation. പിന്നെ അമ്മ എന്താ പറയാ, വയറ്റിൽ കുഞ്ഞിരിക്കുമ്പം 4ാം മാസം മുതൽ 7ാം മാസം എപ്പോഴെങ്കിലും ഫ്ലൂ വരാണെങ്കിൽ കുട്ടിക്ക് സ്കിസോ വരാനുള്ള ചാൻസ് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഹൈപ്പോത്തൈസ്ഡ് ദാറ്റ് ദ antibodies developed in the mother's body against the infection may cross the placenta and disrupt the neurodevelopment of the fetus. കണ്ടോ, കറക്റ്റ് പറഞ്ഞു, ഹൈപ്പോത്തൈസ് ആട്ടോ, ഊഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഫ്ലൂ വരുമ്പം അമ്മയുടെ ഉള്ളിൽ ആന്റിബോഡീസ് ഉണ്ടാവല്ലോ, ആ ആന്റിബോഡി എന്താക്കും, പ്ലസന്റ് ക്രോസ് ചെയ്തിട്ട് കുട്ടിയുടെ ന്യൂറോ ഡെവലപ്മെന്റ് തടസ്സപ്പെടുത്തുന്നു. അത് കാരണമാണ് വൈറൽ ഇൻഫെക്ഷൻ അമ്മയ്ക്ക് 7ാം മാസം മുതൽ 4 മുതൽ 7 മാസം വരെ വരികയാണെങ്കിൽ സ്കിസോഫ്രീനിയ വരാനുള്ള ചാൻസ്. അതായത് അമ്മക്ക് ഫ്ലൂ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ആന്റിബോഡി ബോഡിയിൽ ഉണ്ടാവും, അത് പ്ലസന്റിനെ ക്രോസ് ചെയ്യുകയും അത് കാരണം ന്യൂറോ ഡെവലപ്മെന്റ്, കുട്ടിയുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുകയും പിൽക്കാലത്ത് കുട്ടിക്ക് സ്കിസോഫ്രീനിയ വരാനുള്ള ചാൻസും പറയുന്നത്. ഇതാണ് വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ കാരണം സ്കിസോഫ്രീനിയ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിലാണ് കേട്ടോ അധികം പറയല്, സോറി, അമ്മയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആട്ടോ അധികം പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ RH ഫാക്ടർ റേസസ് ഇൻകമ്പാറ്റബിലിറ്റി. അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആണെങ്കിൽ വരാനുള്ള ചാൻസ് പറയുന്നത് കേട്ടോ. Raises RH incompatibility occurs when RH negative mother carries RH positive fetus. Studies have found that the rate of schizophrenia is about 2.1% in males who are incompatible with their mother. RH incompatible, RH incompatible ആണ്, ഇവിടെ ഒരു സ്പേസ് വേണം. RH ഇൻകമ്പാറ്റിബിൾ ആയിട്ടുള്ള ആളുകളിൽ 2.1% മെയിൽസിലും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, സ്കിസോഫ്രീനിയ. RH incompatibility has been linked to birth complication ഉണ്ടാക്കും, which in turn may lead to brain abnormalities of the type associated with schizophrenia. RH incompatibility ഉണ്ടാവുന്ന സമയത്ത് ബർത്ത് ജനിക്കുന്ന സമയത്തും കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഓഫ് കോഴ്സ് അങ്ങനെ ബർത്തിന്റെ സമയത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ അബ്നോർമാലിറ്റി ഉണ്ടാവും, അതും സ്കിസോയിലേക്ക് ആക്കം കൂട്ടാറുണ്ട്. ഇതാണ് RH ഇൻകമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ റേസസ്. അമ്മ RH നെഗറ്റീവും കുഞ്ഞ് RH പോസിറ്റീവും. ഒബ്വിയസ്ലി ബർത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അതും ഒരു കാരണമായിട്ട് മാറാറുണ്ട്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി പ്രഗ്നൻസിയും ബർത്ത് കോംപ്ലിക്കേഷൻസും ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ദ പ്രോബബിലിറ്റി ഓഫ് പേഷ്യൻസ് വിത്ത് സ്കിസോഫ്രീനിയ വിത്ത് എ ഹിസ്റ്ററി ഓഫ് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഓർ ബർത്ത് കോംപ്ലിക്കേഷൻ ഇസ് ഹൈ. പിന്നെ ഓൾദോ ദർ ഇസ് മച്ച് ടു ലേൺ, ബട്ട് ദീസ് ഫൈൻഡിംഗ് ഡു സജസ്റ്റ് ദാറ്റ് ദ ഡാമേജ് ടു ദ ബ്രെയിൻ ആർ ക്രിട്ടിക്കൽ ടൈം ഓഫ് ഡെവലപ്മെന്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പ്രിക്കോഴ്സർ ഫോർ സ്കിസോഫ്രീനിയ. ക്രിട്ടിക്കൽ ടൈം ഓഫ് ഡെവലപ്മെന്റ് സമയത്ത് ബ്രെയിനിൽ ഉണ്ടാവുന്ന ഡാമേജ് സ്കിസോഫ്രീനിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീകേഴ്സർ ആണ്, കാരണക്കാരനാണ് എന്നുള്ളത്. അതായത് ബർത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരികയും ആ സമയത്ത് ബ്രെയിനിന് എന്തെങ്കിലും മൈനർ ആയിട്ടുള്ളതോ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് സ്കിസോഫ്രീനിയക്ക് എപ്പോഴും ഒരു കാരണമാവാറുണ്ട്. അപ്പൊ പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ ഇസ് ഓൾസോ ഫാക്ടർ ഓഫ് സ്കിസോഫ്രീനിയ. പിന്നെ ഏർലി ന്യൂട്രീഷണൽ ഡെഫിനിഷ്യൻസിയും മെറ്റേണൽ സ്ട്രെസ്സും, അമ്മയ്ക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, ഏർലി ന്യൂട്രീഷൻ കിട്ടാതിരിക്കുക ഒക്കെ കാരണമാകുന്നുണ്ട്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ കൺസീവ്ഡ് അറ്റ് ദ ഹൈറ്റ് ഓഫ് famine had a twofold increase in the development of schizophrenia later. General malnutrition is linked to abnormal brain development.
കണ്ടോ? ഭയങ്കര സ്ട്രെസ് ഉള്ള സമയത്തൊക്കെ കൺസീവ് ആയതാണ്. അപ്പം അമ്മയുടെ സ്ട്രെസ്സും പിന്നെ കുട്ടിക്ക് മാൽ ന്യൂട്രീഷനും ഒക്കെ വരികയാണെങ്കിൽ സ്കിസോഫ്രീനിയയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടർ. അക്കോർഡിംഗ് ടു സം റിസർച്ചേഴ്സ്, schizophrenia may actually be a neurodevelopmental disorder that stems from brain lesions that occurs very early in development, perhaps even before birth. ബർത്തിന് മുന്നെയോ അല്ലെങ്കിൽ ബർത്തിന് തൊട്ട് ശേഷമോ ബ്രെയിനിൽ എന്തെങ്കിലും ലെഷൻ, എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ അത് സ്കിസോഫ്രീനിയ, അതായത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആയിട്ട് പോലും പറയുന്നുണ്ട്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്തോ ഡെവലപ്മെന്റ് സമയത്ത് ബുദ്ധിമുട്ട് പറ്റുകയാണ്, അത് കാരണം സ്കിസോഫ്രീനിയ വരാം എന്നാണ് പറയുന്നത്. അപ്പൊ ഏർലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും മെറ്റേണൽ സ്ട്രെസ്സും ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടറും ഒക്കെ മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇതിപ്പം നമുക്കൊന്ന് എണ്ണി തിട്ടപ്പെടുത്തട്ടോ. ആദ്യത്തത് ജനറ്റിക്, രണ്ടാമത്തെ ഫാമിലി സ്റ്റഡി, മൂന്നാമത്തെ ട്വിൻ സ്റ്റഡി, നാലാമത്തത് അഡോപ്ഷൻ സ്റ്റഡി, അഞ്ചാമത്തത് മോളിക്കുലാർ ജെനറ്റിക്സ്, ആറാമത്തത് പാരന്റൽ എക്സ്പോഷർ, ഏഴാമത്തത് വൈറൽ ഇൻഫെക്ഷൻ, എട്ടാമത്തെ RH ഇൻകമ്പാറ്റബിലിറ്റി, ഒമ്പതാമത്തത് പ്രഗ്നൻസി, 10 ഏർലി ന്യൂട്രീഷൻ, 11 ന്യൂറോ ഡെവലപ്മെന്റ്. ഇനി 12ാമത്തതാണ് ന്യൂറോ അനാട്ടമിക്കൽ ഫാക്ടർ. അത് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, അനാട്ടമിക്ക് എന്തെങ്കിലും പറ്റിയാലും വരാം. അതാണ് എ ബ്രെയിൻ വോളിയം, ബി സ്പെസിഫിക് ബ്രെയിൻ ഏരിയ. കണ്ടോ? ബ്രെയിനിന്റെ വോളിയം. A large number of studies have shown that compared with the controls, people with schizophrenia have enlarged brain ventricle. ബ്രെയിനിന്റെ വെൻട്രിക്കിൾ enlarge ആയി കിടക്കുന്ന പറഞ്ഞത് സ്കിസോഫ്രീനിയ ഉള്ളവർക്ക്. This finding has been reported as early as 1927 when the postmortem brains of people with schizophrenia showed enlargement. അതായത് സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാരുടെ ബ്രെയിന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എടുത്തു നോക്കിയപ്പോൾ വെൻട്രിക്കിൾസ് enlarge ചെയ്ത് കിടത്തിട്ടുണ്ട്. This enlargement of ventricle means that either the surrounding brain areas have not developed fully or have shrunk. കണ്ടോ? ഇത് പറയുന്നത്, ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് ഒന്നെങ്കിൽ ഈ എൻലാർജ് ചെയ്തിട്ടുള്ള കാരണം ഒന്നെങ്കിൽ ചുറ്റുമുള്ള ഏരിയ ഡെവലപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് ചുരുങ്ങിപ്പോയതാണ് ആയിരിക്കാം. അങ്ങനെ ബ്രെയിന്റെ വോളിയം കൂടുന്നത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് സ്കിസോഫ്രീനിയ. അതായത് സ്കിസോഫ്രീനിയ ഉള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞ് അവരുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ബ്രെയിൻ എടുത്ത് നോക്കിയപ്പോൾ വെൻട്രിക്കിളൊക്കെ വീർത്ത് കിടക്കുന്നു, എൻലാർജ് ചെയ്ത് കിടക്കുന്നു. അപ്പൊ മനസ്സിലായിരുന്ന ചുറ്റുള്ളത് ഒന്നെങ്കിൽ ചുരുങ്ങിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ വളർന്നിട്ടില്ല. സോ ബ്രെയിന്റെ വോളിയം സ്കിസോഫ്രീനിയയിൽ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി. അതുപോലെ രണ്ടാമത്താണ് സ്പെസിഫിക് ബ്രെയിൻ ഏരിയ. Research has suggested that structural problem in brain area such as temporal lobe, amygdala, hippocampus, and thalamus are present before the onset of schizophrenia, perhaps being prenatally. കണ്ടോ? റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് സ്ട്രക്ചറൽ പ്രോബ്ലം ഇൻ ബ്രെയിൻ ഏരിയ സച്ച് ആസ് ടെമ്പോറൽ ലോബിലോ അമിഗ്ദലയിലോ ഹിപ്പോക്യാമ്പസിലോ തലാമസിലോ എന്താണ് സ്കിസോഫ്രീനിയയുടെ മുന്നേ തന്നെ എന്ത് കാണാറുണ്ട്? സ്ട്രക്ചറൽ പ്രോബ്ലം കാണാറുണ്ട് പ്രീനാറ്റലി തന്നെ. അതായത് സ്കിസോഫ്രീനിയ ഉള്ള ആളുകളിൽ ഈ ടെമ്പോറൽ ലോബിനും അമിഗ്ദലക്കും ഹിപ്പോക്യാമ്പസിനും തലാമസിനും ഒക്കെ സ്ട്രക്ചറിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. വളരെ മുന്നേ, സ്കിസോഫ്രീനിയ തുടങ്ങുമ്പോഴല്ല കേട്ടോ, അതിന് എത്രയോ മുന്നേ, ചിലപ്പം വയറ്റിലിരിക്കുമ്പോൾ തന്നെ കാണാറുണ്ട്. അപ്പൊ സ്പെസിഫിക് ബ്രെയിൻ ഏരിയയുടെ സ്ട്രക്ചറിലുള്ള പ്രോബ്ലം കാരണവും സ്കിസോഫ്രീനിയ വരാം. ഇതാണ് ന്യൂറോ അനാട്ടമിക്കൽ ഫാക്ടർ. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് വരാന്നാ പറയുന്നത്? സ്കിസോ വരാം. അതിലൊന്നാണ് ബ്രെയിൻ വോളിയം, വെൻട്രിക്കിൾസ് enlarge ചെയ്ത് കിടക്കുക. പിന്നെ സ്പെസിഫിക് ഏരിയയിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലം, അത് സ്കിസോഫ്രീനിയ ഉണ്ടായ ശേഷം ഉണ്ടാവുന്നതിന് എത്രയോ മുന്നേ തന്നെ കാണാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണോ? ഇനി 13ാമത്തതാണ് ന്യൂറോ കെമിക്കൽ ഫാക്ടർ കേട്ടോ. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഡോപ്പമിൻ ആണ് മെയിൻ ആയിട്ടും പറയുന്നത് കേട്ടോ. ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്. ഓവറോൾ സ്റ്റഡീസ് ഹാവ് ഫൗണ്ട് ദാറ്റ് ദ ഡോപ്പമിൻ എന്ന neurotransmitter, dopamine antagonists reduce symptoms of schizophrenia and dopamine agonists increase symptoms of schizophrenia. ഡോപ്പമിൻ ആന്റഗോണിസ്റ്റുകൾ സിംറ്റംസ് കുറയ്ക്കും,
ഡോപ്പമിൻ എഗോണിസ്റ്റുകൾ കൂട്ടുമെന്നാണ് പറയുന്നത്. എവിഡൻസ് സജസ്റ്റ് ദാറ്റ് പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ ആർ നോട്ട് പ്രൊഡ്യൂസ് എക്സസീവ് ഡോപ്പമിൻ. എക്സസീവ് ഡോപ്പമിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യല്ല, ബട്ട് ഇൻ ഫാക്ട് ഹാവ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. ഡോപ്പമിന്റെ റിസപ്റ്റേഴ്സ് കൂടുകയാണ്. The relationship between dopamine and schizophrenia is not that direct. A significant number of people with schizophrenia have not been helped by the antipsychotic medicines that block dopamine receptors. ഡയറക്റ്റ് അല്ല ഡോപ്പമിനും സ്കിസോഫ്രീനിയും തമ്മിലുള്ള ബന്ധം. കാരണം ഡോപ്പമിൻ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടും സ്കിസോഫ്രീനിയ മാറിയിട്ടൊന്നുമില്ല. എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഇന്നും കണ്ടെത്താതെ നിഗൂഢമായിട്ട് കിടക്കുന്ന എന്തോ ഒരു കണക്ഷൻ. ഡയറക്റ്റ് കണക്ഷൻ അല്ല. ഡയറക്റ്റ് കണക്ഷൻ ആണെങ്കിൽ ആ റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യാനുള്ള ആന്റിസൈക്കോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാറേണ്ടതാണ്. ഇതിന് മാറിയിട്ടില്ല. എന്നിരുന്നാലും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ാണ് സ്കിസോഫ്രീനിയ ഉള്ളവർക്ക്. പക്ഷെ ഈ കണക്ഷൻ ഒരിക്കലും എന്തല്ല, ഡയറക്റ്റ് അല്ല, എന്തോ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ആണ് ഇതിനിടെ കൂടെ സംഭവിക്കുന്നത്. ഓക്കെ ആണോ? ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്. ഇനി അടുത്താണ് ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തസിസ്. അടുത്തത് കേട്ടോ, ന്യൂറോ കെമിക്കലിൽ വരുന്ന അടുത്തതാണ് ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തസിസ്. Glutamate ഒരു excitatory neurotransmitter ആണ്, and its receptor are called NMDA receptors എന്നാണ് വിളിക്കാറ്. Deficits of glutamate are also found in postmortem brains of patients with schizophrenia. Schizophrenia ഉള്ള പേഷ്യൻസിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഗ്ലൂട്ടാമേറ്റ് കുറവാണെന്ന്. Thus, currently, new drugs for schizophrenia have been designed to activate glutamate receptors. അതുകൊണ്ട് തന്നെ ഇപ്പം സ്കിസോഫ്രീനിയയിൽ കൊടുക്കുന്ന ഡ്രഗില് ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ആക്കാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം സ്കിസോഫ്രീനിയുള്ള ആളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് വേറെ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്, ഗ്ലൂട്ടാമേറ്റിന്റെ അളവ് കുറവാണ്. സോ ഇപ്പൊ ഉള്ള ഡ്രഗിൽ ഗ്ലൂട്ടാമേറ്റിന്റെ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ബയോളജിക്കൽ ഫാക്ടർ ആണ് ന്യൂറോ കൊഗ്നിറ്റീവ് ഫാക്ടർ. ലാസ്റ്റ് വൺ ആണ് ന്യൂറോ കൊഗ്നിറ്റീവ് ഫാക്ടർ. Okay, the strongest finding in the area of neurocognition and schizophrenia has been reported through the use of psychophysiological measure called P50. P50 ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടെത്തിയത്. In this measure, when 2 clicks are heard in close succession, 50 milliseconds തന്നെ 2 clicks കേട്ടാൽ the brain produce a positive electrical response to each click. ഓരോ ക്ലിക്കിനും ബ്രെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. In typical participant, the response to second click is less marked than the first click, which is equal in schizophrenia. കണ്ടോ വ്യത്യാസം നോക്ക്. ഈ P50 ടെസ്റ്റ് എങ്ങനെയാ അറിയാം? 2 ക്ലിക്കിന്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കും. 50 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ 2 ക്ലിക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഈ ക്ലിക്കിന്റെ സമയത്ത് പോസിറ്റീവ് ഇലക്ട്രിക്കൽ റെസ്പോൺസ് ആണ് ഉണ്ടാവുക ബ്രെയിനിൽ. നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ആദ്യത്തെ ക്ലിക്കിന് അത്ര ഉണ്ടാവില്ല, രണ്ടാമത്തെ ക്ലിക്കിന് ബ്രെയിനിൽ അവസ്ഥ. പക്ഷെ സ്കിസോ ഉള്ള 2 ക്ലിക്കും ഒരേപോലെയാണ് ഉണ്ടാവുക. The implication of this finding is that while a typical brain dampens response to repeated sensory events, the brain of a person with schizophrenia is unable to. കണ്ടോ, ഒരേപോലുള്ള സാധനം വരുമ്പോൾ അടുത്ത വരുന്നതിന് ഡാമ്പൻ ചെയ്യാൻ ബ്രെയിന് നോർമൽ ആയിട്ടുള്ള ആളത് അറിയാമെങ്കിൽ സ്കിസോഫ്രീനിയ ഉള്ള ആളുടെ ബ്രെയിൻ അത് അറിയില്ല. 2 ക്ലിക്ക് ഒരേപോലത്തെ. സോ രണ്ടാമത്തേന് എന്താക്കുന്നില്ല, നോർമൽ ആളുള്ള ആളുടെ ഡാമ്പൻ ആയിപ്പോ അതങ്ങ് മാഞ്ഞു പോകും. 2 ഒരേപോലത്തെ ആണല്ലോ. പക്ഷെ സ്കിസോഫ്രീനിയ ഉള്ള ആളുടെ എല്ലാം ഇങ്ങോട്ട് കയറി വരികയാണ്. As in the case in eye tracking task, first degree family members of patient with schizophrenia are also likely than control to have the problem with the P50 suppression. കണ്ടോ, ഫസ്റ്റ് ഡിഗ്രി അതായത് അച്ഛനമ്മ മക്കൾ ആരില്ലേ, അപ്പൊ അതിലൊരാൾക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും ഈ P50 ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് 2 ക്ലിക്കും ഒരേപോലെയാണ് കേൾക്കുന്നത്. അത് രണ്ടാമത്തേനെ ഡാമ്പൻ ചെയ്യാൻ അറിയുന്നില്ല ബ്രെയിനിന്. അവിടെ എന്താണ്, എല്ലാം ഒരേപോലെ കയറി പോകുന്നുണ്ട് എന്നാണ്. അതാണ് ന്യൂറോ കൊഗ്നിറ്റീവ് ഫാക്ടർ. സ്ട്രോങ്ങസ്റ്റ് ഫൈൻഡിങ് ആട്ടോ ന്യൂറോ കൊഗ്നിഷൻ സ്കിസോഫ്രീനിയ ഉള്ളത്. അത് സൈക്കോ ഫിസിയോളജിക്കൽ മെഷർ ആയിട്ടുള്ള P50 ഉപയോഗിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ 2 ക്ലിക്ക് 50 മില്ലി സെക്കൻഡ് സമയത്തിനുള്ള 2 ക്ലിക്ക് കേൾപ്പിച്ചു കൊടുക്കുക. 2 പോസിറ്റീവ് ഉണ്ടാക്കും ബ്രെയിനിൽ. പക്ഷെ ഒരു നോർമൽ മനുഷ്യന് ആദ്യത്തെ അത്ര ഉണ്ടാവില്ല, രണ്ടാമത്തെ ഒരേപോലത്തെ ക്ലിക്ക് ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ അങ്ങ് ഡാമ്പൻ ആയി പോവാണ്. പക്ഷെ സ്കിസോ ഉള്ള 2 ഒരേപോലെ, ഒന്നും ഡാമ്പൻ ആവണം.
ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇങ്ങനെ കയറി അപ്പം അവർക്കൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇനി കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റവർക്കും ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ ആണോ? ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടർ പറഞ്ഞേ. ഹലോ, എന്തായിരുന്നു? ഇന്നലെ വിട്ടിട്ടേ ഉള്ളൂ, നാളെ എത്തത്തുണ്ടാവുള്ളൂ കേട്ടോ. ഇന്നലെയാണ് അയച്ചത്, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് ഇന്നലെയാണ് അയച്ചത്. മിക്കവാറും നാളെ ആയിരിക്കും കിട്ടുക. ഞാൻ ട്രാക്കിംഗ് നമ്പർ അഞ്ജലിക്ക് കൊടുക്കാവേ. അഞ്ജലിയുടെ ഇട്ട് കൊടുക്കാം. ശരി ശരി, ഓക്കെ ശരി. ഓക്കെ ആണോ? ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ഓക്കെ ആണോ? കണ്ടോ, ഒരാൾക്ക് ചിത്തഭ്രമം വരാനുള്ള 14 ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറ്റിക് ഇൻഫ്ലുവൻസ് ഒരു ജീനല്ല, മൾട്ടിപ്പിൾ ജീൻ കാരണമാണ്. പോളിജെനിക് ഇൻ നേച്ചർ ആണ്. പിന്നെ ഫാമിലി സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഫാമിലിയിൽ ആർക്കെങ്കിലും വരികയാണെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ട്വിൻ സ്റ്റഡി പറയുന്നുണ്ട്. ഐഡന്റിക്കൽ ട്വിന്നിന് 48%, നോൺ ഐഡന്റിക്കൽ 17%. അഡോപ്ഷൻ സ്റ്റഡി പറയുന്നത് ഇത്രയും 48% വരാനുള്ള കാരണം അവർ മോണോസൈഗോട്ടിക് ട്വിൻസ് ആയതിനെ കൊണ്ടാണെന്ന്. പിന്നെ മോളിക്കുലർ ജെനറ്റിക്സിൽ പറയുന്നുണ്ട് നമ്മുടെ ക്രോമസോം 1, 2, 3, 5, 6, 8, 10, 11, 13, 20 and 22 ആണ് നമ്മുടെ കാരണക്കാരായിട്ടുള്ളത്. പിന്നെ പാരന്റൽ എക്സ്പോഷർ, അതായത് ഓൾറെഡി സ്കിസോഫ്രീനിക്ക് വൾനറബിൾ ആയിട്ടുള്ള ജീനും പിന്നെ പാരന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പ്രീനാറ്റൽ എക്സ്പോഷർ, പ്രീനാറ്റൽ എക്സ്പോഷർ ആണ്. എനിക്ക് തെറ്റിപ്പോയതാണ്. പ്രീനാറ്റൽ എക്സ്പോഷർ ആണ് കേട്ടോ, തല തിരിഞ്ഞെടുക്കാൻ. പ്രീനാറ്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുമ്പോൾ എക്സ്പോഷർ. ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സ്ട്രെസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ മാൽന്യൂട്രീഷൻ, ഇതൊക്കെ കാരണം വരാം. പ്രീനാറ്റൽ ആണ്, അതായത് പ്രസവിക്കുന്നതിന് മുന്നേ ഉള്ള അങ്ങനെയുള്ള സമയത്ത് വരാം. വൈറൽ ഇൻഫെക്ഷൻ, ഇതും അമ്മയ്ക്ക് തന്നെയാണ്. എന്തെങ്കിലും വൈറസ്, എന്തെങ്കിലും മെയിൻ ആയിട്ട് വൈറസിന്റെ പറയുന്നത്, അമ്മയ്ക്ക് ഫ്ലൂ വരികയാണെങ്കിൽ ആന്റിബോഡി അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവും. അത് പ്ലസന്റിനെ ക്രോസ് ചെയ്യുമ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ RH ഇൻകമ്പാറ്റബിലിറ്റി, അമ്മ RH നെഗറ്റീവും കുട്ടി പോസിറ്റീവും ആണെങ്കിൽ ബർത്ത് കോംപ്ലിക്കേഷൻസും ബ്രെയിൻ അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടാവും. അതും സ്കിസോഫ്രീനിയക്ക് കാരണമാവാം. പ്രഗ്നൻസിയും ബർത്ത് കോംപ്ലിക്കേഷൻസും കാരണം വരാം. ഏർലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും മെറ്റേണൽ സ്ട്രെസ്സും, അമ്മയ്ക്ക് സ്ട്രെസ്, അതുപോലെ ഏർലി ന്യൂട്രീഷൻ കിട്ടാതിരിക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് കാരണം, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കാതിരിക്കുക. പിന്നെ ന്യൂറോ അനാട്ടമിക്കൽ, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും ബ്രെയിൻ വോളിയം കൂടാ, സ്പെസിഫിക് ബ്രെയിൻ ഏരിയക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടെങ്കിലും വരാം. ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സിൽ ഒന്ന് പറയുന്നത് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്ത് കിടക്കുക, രണ്ടാമത്തത് ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് കുറയാം. ഇത് രണ്ടും പറയുന്നുണ്ട് ന്യൂറോ കെമിക്കൽ ഫാക്ടർ ആയിട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടറും പറയുന്നുണ്ട്. കൊഗ്നിഷനിലുള്ള, അതായത് ഒരേപോലെയുള്ള സാധനം റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഡാമ്പൻ ആവാണ്ടൊക്കെ കയറി പോകുന്ന അവസ്ഥയിൽ സ്കിസോഫ്രീനിയക്ക് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. 14 ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി വെറും ബയോളജിക്കൽ ആയിട്ടില്ല കേട്ടോ, സൈക്കോസോഷ്യൽ ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. മനുഷ്യന് സ്കിസോഫ്രീനിയ ആക്കാൻ അയാളുടെ സോഷ്യോ കൾച്ചറലിന് പറ്റും, നന്നായിട്ട് പറ്റും. തനിയാവർത്തനം സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ തനിയാവർത്തനം സിനിമ, എങ്ങനെ ഒരാൾക്ക് സൈക്കോ സോഷ്യൽ ഫാക്ടർ കാരണം സ്കിസോഫ്രീനിയ വരാം എന്ന് വ്യക്തമായിട്ട് ആ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പം സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. സ്കിസോഫ്രീനിയ വരാനുള്ള സൈക്കോ സോഷ്യലും കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഒന്ന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതാണ് തനിയാവർത്തനത്തിൽ കാണിക്കുന്നത് കേട്ടോ. ഹൈലി ഇമോഷണൽ ഫാമിലി എൻവയോൺമെന്റ്സ് ക്യാൻ പ്രൂവ് ടു ബി സ്ട്രെസ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് സ്കിസോഫ്രീനിയ, ലീഡിംഗ് ടു ഹയർ റേറ്റ്സ് ഓഫ് റിലാപ്സ് ദാൻ ഫാമിലീസ് വിത്ത് സപ്പോർട്ടീവ് ഫാമിലി റിലേഷൻഷിപ്പ്. കണ്ടോ, ഇമോഷണൽ ഫാമിലി എൻവയോൺമെന്റ് ആണ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ്, സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് ഹൈലി ഇമോഷണൽ ആണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അവർക്ക്
ഒന്ന് മാറിയാലും റിലാപ്സ് പെട്ടെന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിലാപ്സ് എന്ന് പറഞ്ഞാൽ പോയത് വീണ്ടും തിരിച്ചു വരിക എന്നാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് കുറച്ചൊക്കെ മാറി, പക്ഷെ വീണ്ടും ഒരു ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് വരുന്നത്. ഇത് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരും. Brown studied the concept of expressed emotion in the context of schizophrenia. It includes emotional over-involvement, hostility, excessive criticism of ex-patients by family member. റിലാപ്സ് വരാനുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഒന്ന് ഇമോഷണലി ഓവർ ഇൻവോൾവ്മെന്റ് ആവും, അവരെ ഭയങ്കര താങ്ങി പിടിച്ച് നടക്കുക, അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി, അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എക്സസീവ് ക്രിട്ടിസൈസ് ചെയ്യും. എക്സ് പേഷ്യന്റ്, മാറി വന്ന പേഷ്യന്റ് ഭയങ്കര ക്രിട്ടിസൈസ്, അങ്ങനെയാണ് ഈ കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ റിലാപ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിലാപ്സിന്റെ കാര്യമായിട്ട് കൂടുതലും പറയുന്നത് ഓൾറെഡി ജനറ്റിക്കലി വൾണറബിൾ ആണ്, സ്കിസോ വന്നു, ഹോസ്പിറ്റലിൽ കിടന്ന് മാറി വന്ന ആൾക്ക് വീണ്ടും വരാനുള്ള കാര്യം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്, ഇമോഷണൽ ഫാമിലി എൻവയോൺമെന്റ്. 3 രീതിയിലാണ് ബ്രൗണിന്റെ സ്റ്റഡി പറയുന്നത്. ഒന്ന് ഇമോഷണലി ഓവറിംഗ് ആണ്, അവരൊന്നും ചെയ്യാൻ ശ്രമിക്കണം, നമ്മൾ അവരെ ഇങ്ങനെ താങ്ങി എല്ലാം ചെയ്തു കൊടുക്കും. ഒന്ന് അവരെ ഉപദ്രവിക്കുക, ഹോസ്റ്റിലിറ്റി കാണിക്കുക അവർക്ക് നേരെ, ഒന്ന് എക്സസീവ് ക്രിട്ടിസം ചെയ്യുക. It was found that patients with schizophrenia living with the families high on expressed emotion faced more relapse than those living with the family low on expressed emotion. അതായത് മാറിയ ആൾക്കാർ ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻ ആണെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ, അതായത് പേഷ്യൻസിന് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് ലോ ഓൺ എക്സ്പ്രസ്ഡ് ഇമോഷനേക്കാളും. അപ്പം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് റിലാപ്സിന്റെ കേസിലൊക്കെ എടുത്ത് പറയുന്നത് വന്ന ആൾക്ക് മാറിയാൽ വീണ്ടും വരാനുള്ള കാരണങ്ങൾ. അതൊരു ഹൈലി ഇമോഷണൽ ഫാമിലി എൻവയോൺമെന്റ് ആണെങ്കിൽ റിലാപ്സ് പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തതാണ് അർബൻ ലിവിംഗ്. The researcher have found that children who had spent the first 15 years of their living in an urban environment were 2.75 times more likely to develop schizophrenia as adults than were children who had spent their childhood in more rural city. Rural ഏരിയനെക്കാളും അർബൻ ഏരിയയിൽ വളർന്ന കുട്ടികൾക്ക് വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. Urban living is associated with stressful living ആണ്, highly paced lifestyle ആണ്, which may trigger schizophrenia in biologically vulnerable individuals. Biologically vulnerable ആയിട്ടുള്ളവര് ഈ അർബൻ സ്ട്രെസ്ഫുൾ ഏരിയയിലാണ് ജീവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് സ്കിസോഫ്രീനിയ ട്രിഗർ ചെയ്യും റൂറലിനേക്കാളും എന്നാണ് പറയുന്നത്. അർബൻ ലിവിങ്ങും ഒരു കാരണമാണ്. പിന്നെ ഇമിഗ്രേഷൻ ഉണ്ട് കേട്ടോ. Urban living and its link with increased risk of schizophrenia implicate the role of stress and social adversity in schizophrenia etiology. In support, it has been observed that first generation, that is, those born in another country, had 2.7 the risk of developing schizophrenia. That risk become 4.5 times for second generation immigrant, that is, those with the one of both parents have been born abroad. Kando. ഇമിഗ്രേഷനിൽ പറയുന്നുണ്ട്, അതായത് ഫസ്റ്റ് ജനറേഷൻ, അതായത് ദോസ് ബോൺ ഇൻ അനദർ കൺട്രി. ഇപ്പം ഞാനും ഹസ്ബൻഡും ഖത്തറിലാണ്, അവിടെ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് 2.7% ചാൻസ് ഉണ്ട്. സെക്കൻഡ് ബോൺ ആണെങ്കിൽ, സെക്കൻഡ് ജനറേഷൻ, ഇപ്പം ഞങ്ങള് അവിടെ പോയി സെറ്റിലായി, എന്റെ മക്കൾക്ക് 2.7, എന്റെ മക്കൾക്ക് 4.5% ചാൻസ് ഉണ്ട് വരാൻ ഇമിഗ്രൻസിന്. അതായത് വേറെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത്, ഞങ്ങളാണ് ഇമിഗ്രൻസ്, ഞാനും ഹസ്ബൻഡും, ഞങ്ങൾ വേറെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഫസ്റ്റ് ജനറേഷനാണ്, അവർക്ക് 2.7 ടൈംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അവരവിടെ തന്നെ ജീവിക്കുകയാണ്, അവരുടെ മക്കൾ എന്താണ് സെക്കൻഡ് ജനറേഷനാണ്, അവരുടെ മക്കൾക്ക് 4.5 ടൈംസ് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? മാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അങ്ങനൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എടാ കൾച്ചർ അതിനൊരു ഭാഗമല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഇവിടെ നിന്നൊക്കെ യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട്, ഐ മീൻ ലണ്ടനിലേക്കൊക്കെ പോകുന്നുണ്ട്, അവിടുത്തെ കുട്ടികളാണ്, നമ്മളാണ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പം ലണ്ടൻ പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് സെക്സ് എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് കോളേജ് ലെവൽ, സ്കൂൾ ലെവൽസിലൊക്കെ കോണ്ടംസ് വീട്ടിൽ നിന്ന് പാരന്റ്സ് ബാഗിൽ വെച്ചു കൊടുക്കും. സെക്സ് ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. അവർ ബോയ് ഫ്രണ്ട്സിനായിട്ട് വീട്ടിൽ സ്റ്റേ ഓവറിന് വരും. അത് അവിടുത്തെ കുട്ടികളായിട്ട് അവർ വളരാം, അവിടുത്തെ സിറ്റിസൺസ് ആയിരിക്കുമല്ലോ, സോ അവർക്ക് ആ കൾച്ചർ ആയിരിക്കും. നമുക്കത് താങ്ങും. നമ്മളിവിടെ കേരളത്തിലെ സദാചാരം കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പാരന്റ്സ് ആണ്. അവിടെ ആണെങ്കിൽ പിള്ളേരോട് ഒരു അക്ഷരം ഇണ്ടാൻ പറ്റില്ല. പിള്ളേരെ ചീത്ത വിളിച്ചാല് അമ്മനെ അച്ഛനെയും പോലീസ് അപ്പം വന്ന് കൊണ്ടുപോകും. ഭയങ്കര ഇതാണ്. അപ്പൊ ഒന്ന് ആലോചിക്ക്, അങ്ങനെയുള്ള പാരന്റ്സും അവിടുത്തെ മക്കളും
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒബ്വിയസ്ലി ആ സ്ട്രെസ് ഇങ്ങനെ വരില്ലേ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവിടുത്തെ കുട്ടികളാണ്. അപ്പൊ അതൊരു അത് ഭയങ്കര പ്രശ്നം. സാറ് പറയും കുറേ കേസ് വരും സാറിന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ നമ്മുടെ കൾച്ചറും അവിടുത്തെ കൾച്ചർ, അവിടെ ബോയ് ഫ്രണ്ടിനായിട്ട് വീട്ടിൽ വരും, അന്ന് ബോയ് ഫ്രണ്ടിന്റെ കൂടെ വീട്ടിൽ കിടക്കൊക്കെ ചെയ്യും. അത് അവിടുത്തെ കൾച്ചർ അങ്ങനെ, അവിടുത്തെ കുട്ടികൾ അങ്ങനെ. നമ്മൾ ഇവിടുത്തെ കൾച്ചർ അവിടുത്തെ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും? എന്നിട്ട് അവിടെയൊക്കെ എന്താ വെച്ചാൽ മലയാളി ഒരേ ഏരിയയിൽ കുറെ ആൾക്കാർ താമസിച്ച് മലയാളി കൾച്ചർ ഉണ്ടാക്കിയെടുക്കലാൻ പറ്റും. ഇപ്പത്തെ പ്രശ്നം ഇപ്പൊ ലണ്ടന് ഒരു കേരള ആയിട്ടുണ്ട്, ഇതിനോട് വലിയ പ്രശ്നം. പക്ഷെ കാനഡയിലൊക്കെ ഇത് ഭയങ്കര ഒബ്വിയസ് ആണ്. കാരണം അവിടെ വളർന്നു വരുന്ന കുട്ടികള് അവിടുത്തെ കുട്ടികളാണ്, അവർക്ക് അവിടുത്തെ കൾച്ചറേ ഉള്ളൂ. നമുക്കാണ് നമ്മളിവിടെ വളർന്നല്ല, നമുക്ക് ഇവിടുത്തെ കൾച്ചർ രണ്ടും കൂടി സിങ്ക് ആവില്ല. അതൊരു കാരണമായിരിക്കാം കേട്ടോ. പക്ഷെ മാം അവിടെ ഇതുപോലെ ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ മാം. ഇപ്പൊ അതുപോലെയുള്ള കൺട്രീസില് പിന്നെ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി കൾച്ചർ നമ്മുടെ കേരളത്തിൽ അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ അതുപോലെ ഫോളോ ചെയ്ത് കുട്ടികളെയും മറ്റുള്ളവരെല്ലാരും അങ്ങനെയുള്ള ഇതിലേക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ ഇത് 2.7% പറയുന്നുള്ളൂ. എല്ലാവർക്കും അല്ല ഒരു കാരണമാണ് എന്നേ പറയുന്നുള്ളൂ. ഇതന്നെ ഒരു കാരണമാണെന്നല്ല. ഇതൊക്കെ എപ്പോഴാ അറിയാം? സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ആദ്യമേ ഈ കുട്ടികള് ഈ ജനറ്റിക്കലി വൾണറബിൾ ആയിരിക്കും. ഈ വൾണറബിൾ ഉള്ളവര് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വരുമ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നേ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും വരുമെന്ന് ഒരിക്കലും പറയുന്നില്ല. ചാൻസസ് ആർ ദേർ, സ്റ്റഡീസ് ഹാസ് പ്രൂവൺ. അത്രയാണ്. ഓക്കെ ആണോ? ഇനി നൂറൊക്കെ എന്താ പറയാനുള്ള നൂറ? അതന്നെ ഞാന് ഉദ്ദേശിച്ചത്. ഇപ്പൊ മാം ആൻസർ പറഞ്ഞു. ഇപ്പൊ ജനറ്റിക്കലി വൾണറബിൾ ആയിരിക്കും, എന്തെങ്കിലും ഒരു ബേസ് ഉള്ളത് കൊണ്ടായിരിക്കും ജനറ്റിക്കലി വൾണറബിൾ. ഇത്രയും ജനറ്റിക്കൽ വൾണറബിലിറ്റി പറയുന്നില്ല, അതിന്റെ കൂടെ ആക്കം കൂട്ടാനുള്ള കാറ്റലിസ്റ്റ് പോലെയാണ് ബാക്കിയുള്ളത് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ആറ്റിറ്റ്യൂഡും ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനെ എടുക്കുന്ന ആ ഒരു രീതിയും ഇതിൽ വരുമല്ലോ. കാരണം ഒരേ സോഷ്യൽ സിറ്റുവേഷനിലുള്ള രണ്ടാളില് ഒരാളില് ഇത് കാണാം, മറ്റുള്ള ആളിൽ കാണണമെന്നില്ലല്ലോ. അപ്പൊ വൾണറബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ. ജനറ്റിക്കലി തന്നെ വൾണറബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, ഇനിയാണ് കനബീസ് അബ്യൂസ്. കഞ്ചാവ്. വളരെ നമുക്ക് കുതിരട്ടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക കനബീസ് അബ്യൂസ് കാരണമുള്ള ഇങ്ങനത്തെ കാരണാട്ടോ. കഞ്ചാവ് ഒരു ഭയങ്കര വില്ലനാണ് സ്കീസോഫ്രീനിയയുടെ കേസിൽ കേട്ടോ. കനബീസ് അബ്യൂസ് റിലേറ്റീവ് ടു ജനറൽ പോപ്പുലേഷൻ, people with schizophrenia are likely to smoke cannabis twice as much. Schizophrenia ഉള്ളവർ വലിക്കാൻ ചാൻസ് കൂടുതലാണ്. Heavy cannabis use in young individuals make them 6 times more likely to develop schizophrenia at the age of 27 years. 27 വയസ്സാകുന്നതിന് സ്കിസോ വരാനുള്ള ചാൻസ് ഉണ്ട്. Studies have found that cannabis use is predictive of psychotic symptoms. Cannabis use in fact may trigger or bring forward the onset of psychosis. കണ്ടോ, ഈ ഓൾറെഡി വൾണറബിൾ ആയിട്ടുള്ള കൂടുതൽ വരികയും സൈക്കോട്ടിക് സിംറ്റംസ് വരികയും ആള് പെട്ടെന്ന് സൈക്കോസിസിലേക്ക് പോവുകയും ചെയ്യും. Cannabis is a hallucinogen ആണ്, ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. That lead to increased production of dopamine in brain. ബ്രെയിനിൽ ഡോപ്പമിൻ കൂട്ടുകയും ചെയ്യും, അതുപോലെ ഹാലൂസിനേഷൻ ഉണ്ടാക്കും. ഹാലൂസിനേഷൻ ആണല്ലോ നമ്മുടെ മെയിൻ കാരണം നമ്മുടെ സ്കിസോഫ്രീനിയ. സോ കാനബീസ് അബ്യൂസും വളരെയധികം സൈക്കോസിസിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു കാരണമായിട്ട് മാറാറുണ്ട്. ഓക്കെ ആണോ? അപ്പം സൈക്കോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അർബൻ ലിവിങ്, ഇമിഗ്രേഷന്, കാനബീസ് അബ്യൂസ്. ഓക്കെ ആണോ? ഇനിയാണ് ഡയത്തസിസ് സ്ട്രെസ് മോഡൽ ഓഫ് സ്കിസോഫ്രീനിയ കേട്ടോ. എന്താണ് ഡയത്തസിസ് സ്ട്രെസ് മോഡൽ? അതായത് ഡയത്തസിസ് സ്ട്രെസ് മോഡൽ ഓഫ് സ്കിസോഫ്രീനിയ പറയുന്നത് ബയോളജിക്കൽ ഫാക്ടർ, അതായത് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കാരണം തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്ന സ്കിസോഫ്രീനിയ. അൺഡൗട്ട്ലി അതാണ് മെയിൻ കാരണം, ജനറ്റിക്കലി വൾണറബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും എൻവയോൺമെന്റൽ ഫാക്ടറിന് ഇതിന് ആക്കം കൂട്ടാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ഡയത്തസിസ് സ്ട്രെസ് മോഡലിൽ പറഞ്ഞത്. According to diagnosis stress model of schizophrenia, biological factors ആയിട്ടുള്ള genetic predisposition to develop schizophrenia undoubtedly play a role in the etiology of schizophrenia. However, genetic predisposition can be shaped by environmental factors such as prenatal exposures, infections, and stressors that occur during critical periods of the development.
അതായത് ഈ ജനറ്റിക്കൽ പ്രീഡിസ്പോസിഷൻസിന് ഷേപ്പ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടർ ഉണ്ട്. ജനറ്റിക്കൽ ഉണ്ടാക്കാൻ എൻവയോൺമെന്റ് പറ്റുള്ളൂ. എങ്ങനെ? ഒന്ന് പ്രീനാറ്റൽ എക്സ്പോഷർ, അതായത് അമ്മ ഉള്ള സമയം വയറ്റിലുള്ള സമയത്തുള്ള ഇൻഫെക്ഷൻ, സ്ട്രെസ്, ഇതൊക്കെ കാരണം ഈ ജനറ്റിക്സ് വരാം, ജനറ്റിക്കൽ ഫാക്ടർ വരാം. Favorable prenatal environment and a healthy family environment can prevent the expression of schizophrenia genes in biologically vulnerable individuals. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ. നല്ലൊരു ഫാമിലി എൻവയോൺമെന്റ് ആണെങ്കിൽ ജനറ്റിക്കലി വൾണറബിൾ ആയിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ പോലും അതിനെ സപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. ഫേവറബിൾ ആയിട്ടുള്ള ഒരു വയറ്റിലുള്ളപ്പോൾ നല്ലൊരു പ്രീനാറ്റൽ ഉള്ളപ്പോഴും നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ഹെൽത്തി ഫാമിലി എൻവയോൺമെന്റും ആണെങ്കിൽ സ്കിസോഫ്രീനിയ ജീൻസിനെ expression preventing വരെ പറ്റും. For a person who develops schizophrenia, predisposing genetic factors combined in addictive and interactive way with the multiple environmental risk factors. Okay, for a person who develops schizophrenia, predisposing genetic factors combined in addictive and interactive way with the multiple predisposed ആയിട്ടുള്ള ജനറ്റിക് ഫാക്ടറും എൻവയോൺമെന്റൽ ഫാക്ടറും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. ഓൾറെഡി വൾണറബിളും പ്ലസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി വരുമ്പോഴാണ് സ്കിസോഫ്രീനിയ വരുന്നത്. സോ ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്കിസോനെ ഒഴിവാക്കാനും പറ്റും. സം ഓഫ് ദീസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആർ ഓപ്പറേറ്റ് പ്രീനാറ്റലി, പെരിനാറ്റലി പറഞ്ഞാൽ പ്രസവിച്ചുണ്ടെന്ന്, ആൻഡ് ഓൾസോ പോസ്റ്റ് നാറ്റലി കുറച്ച് കഴിഞ്ഞിട്ട്. have been identified while science still remain unknown. ചിലത് മനസ്സിലാവുന്നില്ല. ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പ്രീനാറ്റൽ ആണ്, അമ്മയുടെ സ്ട്രെസ്, മാൽന്യൂട്രീഷൻ ഒക്കെ. ചിലത് പ്രസവിച്ചോടനെ, അതാണ് പെരിനാറ്റലി, അതായത് ബർത്ത് കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ. ചിലതൊക്കെ പോസ്റ്റ് നാറ്റലി, ബ്രെയിനിൽ ഉണ്ടാകുന്ന വൈറസ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ. ചിലത് ഇപ്പോഴും അറിയാതെ കിടപ്പാണ്. The important factors is there is abnormal development of brain pathway which can be caused by multiple reasons but all leading to the same end result, schizophrenia. Kanda important factor ennaanu? Abnormal development of brain pathway aanu. Adu multiple reason kondaava, പക്ഷെ എല്ലാത്തിനും കാരണം ഒറ്റന്നാണ് സ്കിസോഫ്രീനിയയിലേക്ക് എത്തുന്നത്. ഒരുപാട് അബ്നോർമൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊക്കെ എത്തിക്കുന്നത് സ്കിസോഫ്രീനിയയിലേക്കാണ്. പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. ഡയഗ്നോസിസ് സ്ട്രെസ് മോഡൽ ഓഫ് സ്കിസോഫ്രീനിയ വരുന്നത് ജനറ്റിക്കലി വൾണറബിൾ കാരണം തന്നെയാണ് സ്കിസോഫ്രീനിയ വരുന്നത്. അതിന്റെ മെയിൻ ആണ്. പക്ഷെ അതിന്റെ കൂടെ എൻവയോൺമെന്റും കൂടി ഒരു റോള് പ്ലേ ചെയ്യുന്നത്. എൻവയോൺമെന്റ് എങ്ങനെയൊക്കെ പ്രീനാറ്റിലുള്ള എൻവയോൺമെന്റ്, പെരിനാറ്റിലുള്ള എൻവയോൺമെന്റ്, പോസ്റ്റ് നാറ്റിലുള്ള എൻവയോൺമെന്റ്, ചിലത് ഇപ്പോഴും അറിയില്ല. സോ അങ്ങനെ ആ എൻവയോൺമെന്റ് നമ്മൾ ഒരു പരിധി വരെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ജനറ്റിക്കലി ഉള്ളതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഡയഗ്നോസിസ് സ്ട്രെസ് മോഡല് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രീറ്റ്മെന്റ് ഫോർ സ്കിസോഫ്രീനിയ. ഷാൻറ്റി, സുമയ്യ ഉണ്ട് അതില്, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എനിക്ക് അയച്ചു തരണേ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. എന്നാൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. അപ്പം മെയിൻ ആയിട്ടും സ്കിസോഫ്രീനിയക്കുള്ള ഒരു ട്രീറ്റ്മെന്റും മെഡിസിൻ ആണ്, അല്ലാണ്ട് വേറെ ഉണ്ട്. പിന്നെ നമ്മള് സൈക്കോസോഷ്യൽ ട്രീറ്റ്മെന്റും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ബിഫോർ ദ ഡിസ്കവറി ഓഫ് ആന്റിസൈക്കോട്ടിക് മെഡിസിൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇൻസുലിൻ കോമ തെറാപ്പി വാസ് യൂസ്ഡ് in which insulin was injected to reduce blood sugar level and cause coma in patients. കോമ ആക്കിയിടലായിരുന്നു വരെ, ഇൻസുലിൻ കുറച്ചിട്ട് കോമ ആക്കിയിടായിരുന്നു. ഇല്ല സോറി, ഇൻസുലിൻ കൊടുത്ത് കോമ ആക്കിയിടലായിരുന്നു ഈ പേഷ്യൻസിന്. ഇൻസുലിൻ കോമ തെറാപ്പി എന്നായിരുന്നു. നെയ്റ്റുകള് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കില്ല. ആന്റിസൈക്കോട്ടിക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇൻസുലിൻ കോമ തെറാപ്പി ആയിരുന്നു. ഇൻസുലിൻ ഇൻജെക്ട് ചെയ്തിട്ട് ബ്ലഡിൽ ഇൻസുലിൻ ഷുഗറിന്റെ ലെവല് കുറച്ചിട്ടുള്ള കോമ ആക്കിയിടലായിരുന്നു ചെയ്യാറുള്ളത് പണ്ട്. ഇപ്പം ന്യൂറോലെപ്റ്റിക്സ് ഓർ ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് were developed in 1950s ആണ്, which provided real hope for people with schizophrenia. റിയൽ ഹോപ്പ് കൊടുക്കാൻ തുടങ്ങി. These medication would help reduce positive symptoms കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഡെലൂഷൻസും ഹാലുസിനേഷൻ ഒക്കെ എന്ത് ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ്. ഇപ്പൊ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിൽ കൊടുക്കുന്നത് ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആണ്. പണ്ട് കൊടുത്തത് ഇൻസുലിൻ കോമ തെറാപ്പി. ഇനി സൈക്കോസോഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. സൈക്കോസോഷ്യൽ ഇന്റർവെൻഷൻസ് were used to help individuals with schizophrenia and their families manage the illness and prevent relapse. മെയിൻ അതാട്ടോ.
മാനേജ് ചെയ്യാനും മാറ്റാൻ സ്കിസോഫ്രീനിയ മാറ്റാനൊന്നും പറ്റൂല. മാനേജ് ചെയ്യാൻ, റിലാക്സ് വരാണ്ടിരിക്കാൻ. നമ്മൾ പേഷ്യൻസിന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും വീട്ടിൽ എന്തൊക്കെ ചെയ്യണം. അവരിങ്ങനെ അടച്ചത് അവരെ കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിലവരെ കുറ്റപ്പെടുത്തൊന്നും ചെയ്യാതെ അവരെ എല്ലാത്തിനും കൂട്ടിപ്പിടിച്ച് കൊണ്ട് റിലാപ്സ് വരൂല. റിലാപ്സ് എപ്പോഴും വരാൻ ഈ ഫാമിലി ഭയങ്കര ഇമോഷണൽ ആവുന്നതാണ്. Psychologists have developed programs using behavioral technique to teach social skills, self-care, vocational skill to patients with schizophrenia admitted in hospital. ഇവിടെ എന്താണ് എന്റെ ക്ലിനിക്കിന് തൊട്ടടുത്ത് മിക്കവാറും ഞാൻ അവിടെ ആയിരിക്കും ഫീൽഡ് വിസിറ്റ് ഉണ്ടാക്കാം. മാനസ് എന്ന് പറഞ്ഞിട്ട് കുതിരട്ടത്ത് നിന്നൊക്കെ പിന്നെ മാറിയ പേഷ്യൻസിന് റിലാക്സ് വരാണ്ടിരിക്കാൻ ആദ്യം മാനസിൽ കൊണ്ട് ആക്കാറാണ് ചെയ്യാറ്. മാനസിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ചെറിയ ചെറിയ കൊട നിർമ്മാണം, മെയിൻ ആയിട്ട് അവിടെ കൊടയുണ്ട്. പിന്നെ കൊടനെക്കാടിയാണ് പിന്നെ മരുന്നിന്റെ കവറില്ലേ ഹോസ്പിറ്റൽസിലൊക്കെ മരുന്നിട്ട് കൊടുക്കുന്ന അത് ഉണ്ടാക്കുക. ഓക്കെ, these skills help the patient to live more independently post discharge from the hospital. Discharge ആയാലും ആ സ്കില്ല് വെച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും. To enhance social skill of individuals, mental health professionals have tried to teach basic conversation, assertiveness, relation building to people with schizophrenia. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, പുറം നാട്ടിലാണ്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വേണം വിടാന്. എന്താ ബേസിക് കൺവേഴ്സേഷൻ, അതുപോലെ അസർട്ടീവ് ആവാന്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ. അതർ എഫേർട്സ് ഇൻക്ലൂഡ് സൈക്കോ എഡ്യൂക്കേഷൻസ് ഓഫ് ഫാമിലി. ഇത് ഭയങ്കരമായിട്ടോ ഫാമിലിക്ക് സൈക്കോ എഡ്യൂക്കേഷൻ, family members who are taught about schizophrenia and its treatment, relieved of the myth that they cause the disorder, and practical facts about neuroleptic and their side effects. അതായത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക, മിത്തൊക്കെ മാറ്റി കൊടുക്കുക. നിങ്ങള് ഭൂതം പ്രേതം കൂടിയതൊന്നും അല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്താ പറയുക പരീക്ഷണമൊന്നും അല്ല, അതൊരു രോഗമാണ്. അതിന് ഇങ്ങനെയൊക്കെയാണ് സൈഡ് എഫക്ട്സ്, ന്യൂറോലെപ്റ്റിക്സിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ കൊണ്ടുപോയാൽ എന്തൊക്കെയാണ് നമ്മൾ പറയും. ഒന്ന് മരുന്ന് മുടക്കരുതെന്ന് പറയും. രണ്ടാമത്തെ കാര്യം, അവരെങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഒന്നിനും കൊള്ളാതാക്കാത്ത കുഞ്ഞു കുഞ്ഞു ജോലികളോ ഒന്നുമല്ല. ഒന്ന് ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ഇപ്പം പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പച്ചക്കറി അരിയാനോ നമ്മൾ അവിടെ കൂട്ടിപ്പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോവുക. അപ്പോഴൊക്കെ അവർ ഭയങ്കര ഓക്കെ ആവും, റിലാപ്സ് കുറയും. ഇത് അവരെങ്ങനെ രോഗിയായിട്ട് കാണുമ്പോഴാണ് അവർക്ക് റിലാപ്സ് കൂടുതൽ. വരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ സൈക്കോ എഡ്യൂക്കേഷൻ ഫാമിലിക്ക് കൊടുക്കാറുണ്ട്. They are also taught about developing more healthy relation with the patients by reducing harsh criticism and undue expectations. അവരെ ക്രിട്ടിസൈസ്, ഒരാൾക്ക് ക്യാൻസർ വന്നു വെച്ചാൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യോ? ഒരാൾക്ക് ഒരു അൾസർ വന്നെന്ന് വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യും. പിന്നെ എന്തിനാ ഈ സ്കിസോഫ്രീനിയ വന്നവരെ നമ്മളിങ്ങനെ മാറ്റി നിർത്തി ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ എന്താക്കും, ഫാമിലിക്ക് പഠിപ്പിച്ചു കൊടുക്കും. സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, ഫാമിലി ഇന്റർവെൻഷൻ ആൻഡ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ may be helpful addition to biological treatment for schizophrenia. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെഡിസിൻ കൊടുക്കുന്ന പോലെ തന്നെ സോഷ്യൽ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക, ഫാമിലിക്ക് ഇന്റർവെൻഷൻ കൊടുക്കുക, അതുപോലെ തന്നെ വൊക്കേഷണൽ, അതായത് അവരുടെ കുഞ്ഞു കുഞ്ഞു ജോലി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവും ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് കൂടെ. ഇതാണ് ചെയ്യേണ്ടത്. ദേ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ്, റിലാക്സ് ആണ്, ഇംപ്രൂവിങ്. അതായത് വൾണറബിൾ ആണെങ്കിൽ എന്തായാലും വരും, അത് മാറുമൊന്നുമില്ല. സ്കിസോഫ്രീനിയ റിലാക്സ് ഒഴിവാക്കാൻ പറ്റും, അവരെങ്ങനെ മാനേജബിൾ ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റും. ദേ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് റിലാക്സ്, ഇംപ്രൂവ് സ്കിൽസ് ഡെഫിസിറ്റ് ആൻഡ് ഇൻക്രീസ് കോംപ്ലിയൻസ് വിത്ത് ഡ്രഗ് ട്രീറ്റ്മെന്റ്. കോംപ്ലിയൻസ് ഒരാൾക്ക് ഡ്രഗ് ട്രീറ്റ്മെന്റോടൊക്കെ സ്കില്ലൊക്കെ ഇംപ്രൂവ് ആയി അവരങ്ങനെ ജീവിച്ചു പോകും. ആ പാകത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ടും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റില് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് ആണ്. അതായത് റിലാക്സ് വരാണ്ടിരിക്കാൻ ഒന്ന് നമ്മൾ അവർക്ക് വൊക്കേഷണൽ സ്കിൽസും സെൽഫ് കെയറും സോഷ്യൽ സ്കില്ലൊക്കെ പഠിപ്പിച്ചെടുക്കും, അവരെ കുറെ അസർട്ടീവ് ആവും. പിന്നെ ഫാമിലിക്ക് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും. ഈ ബയോളജിന്റെ കൂടി ഇത് രണ്ടും കൂടി വരാണെങ്കിൽ റിലാക്സ് ഇല്ലാണ്ട് രോഗം മാനേജബിൾ ആയിട്ട് അവരങ്ങനെ അങ്ങോട്ട് ജീവിച്ചോളും. ഓക്കെ ആണോ? സ്കിസോഫ്രീനിയക്ക് മെയിൻ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതിന്റെ കൂടെ ഇതും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഹിയർ കംസ് ആൻ എൻഡ് ഓഫ് ഫസ്റ്റ് മോഡ്യൂൾ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2. ഓക്കെ, അപ്പോ നാളെ നമ്മള് പോസിറ്റീവ് സൈക്കോളജി എടുക്കാം. നാളെ നമുക്ക് പോസിറ്റീവ്, ഇപ്പൊ 3 വിഷയം കഴിഞ്ഞു. നാളെ നമ്മൾ പോസിറ്റീവ് സൈക്കോളജി ആണ് എടുക്കുന്നത്. ഇനി പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ 10-12 തീയതി ആകുമ്പോഴേക്കും ഞാൻ വിചാരിക്കുന്നത് 10-12 ആകുമ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ആരെങ്കിലും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കാം. നമ്മൾ ആദ്യത്തെ 3 വിഷയങ്ങൾ, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഒരെണ്ണം നമ്മൾ തീർക്കുന്നത്, ഒന്ന് നമ്മള് കൗൺസിലിംഗ് ആണ്, പിന്നെ ഒന്ന് പോസിറ്റീവ്. ഈ 3 എണ്ണമാണ് ഇപ്പം ഫെബ്രുവരി, മാർച്ചും ഏപ്രിൽ പകുതി വരെ. പിന്നെ ഏപ്രിൽ പകുതി കഴിഞ്ഞ് ബാക്കി 3 വിഷയങ്ങൾ എടുക്കാനാണ് നമ്മുടെ തീരുമാനം കേട്ടോ. ആ 3 നോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നോട്ട് വേണ്ടവർക്കൊക്കെ നമ്മൾ പ്രിന്റഡ് വേണ്ടവർക്ക് പ്രിന്റഡ് അയച്ചു തരും, മറ്റേത് വേണ്ടവർക്ക് മറ്റേതൊക്കെ അയച്ചു തരും. ഒക്കെ സെറ്റ് ആയിട്ട് നമ്മൾ 12-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ? അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 2. അപ്പൊ സ്കിസോഫ്രീനിയനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ കിട്ടി. സ്കിസോഫ്രീനിയ എന്താണെന്നും അതിന്റെ സിംറ്റംസ് ഇങ്ങനെയായിട്ട് നമ്മൾ ഓരോ രോഗവും പഠിക്കുക. ആ രോഗം, അതിന്റെ ക്ലിനിക്കൽ പിക്ചർ, അത് എന്തുകൊണ്ട് വരുന്നു, അതിന്റെ ട്രീറ്റ്മെന്റ്, എല്ലാ രോഗവും ഇങ്ങനെ കേട്ടോ. ഇപ്പൊ സ്കിസോഫ്രീനിയനെ പറ്റിയിട്ട് ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായില്ലേ? എന്താണ് സ്കിസോഫ്രീനിയ, അതിന്റെ വരാനുള്ള കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, മെയിൻ ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് പറഞ്ഞേ. ഇങ്ങനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജി. എല്ലാ സൈക്കോളജിക്കൽ ഡിസോർഡറും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 1ഉം 2ലും കൂടെ ഒരു മനുഷ്യന് വന്നേക്കാവുന്ന എല്ലാ ഡിസോർഡറും നിങ്ങൾക്ക് ഞാൻ പഠിച്ചു. മാം ഒരു ഡൗട്ടേ, ഷാൻഡി ചോദിക്കൂ. ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് സ്കിസോ വരുന്ന ടീംസ് ഉണ്ടാവൂലേ, അവർക്ക് മെഡിസിൻ കൊടുത്താൽ ഫുള്ളായിട്ട് ഓക്കെ ആവും അവര്? അവിടെ ഫുള്ളായിട്ട് ഓക്കെ ആവില്ല, നോർമൽ കൺട്രോളിൽ എത്തുന്നതാണ്. അവിടെ സ്കിസോ ഫുൾ പോവത്തില്ല. കാരണം ജനറ്റിക്കലി ഈ ഡ്രഗ് ഇൻഡ്യൂസ് ആയാലും ജനറ്റിക്കലി വൾണറബിൾ ആണ്. ഇവർ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ആക്കം കൂട്ടുന്നു എന്നുള്ളൂ. സോ കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോളബിളിലേക്ക് വരും. കൺട്രോളബിളിൽ എത്തിക്കാം എന്നാണ്. അങ്ങനെ ആള് ജീവിച്ചു പോകും. പക്ഷെ അത് അയാൾ മാത്രം വിചാരിച്ചാലേ, ചുറ്റുള്ളവരും കൂടി വിചാരിച്ചാലേ കാര്യം. ഓക്കെ ആണോ? അപ്പൊ റോബി പറഞ്ഞു. ഡിസോർഡേഴ്സിന്റെ എക്സ്ട്രീം ലെവലല്ലേ വരുന്നത്? എങ്ങനെയാ കേൾക്കുന്നില്ല, ഒന്ന് പറഞ്ഞേ. ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഡിസീസ്, ആ ഡിസോർഡർ വരുന്ന അതിന്റെ എക്സ്ട്രീം ലെവൽ ഓഫ് ഡിസീസ് ആണല്ലോ അത്, അങ്ങനെയല്ലേ ഇതിന്റെ? യെസ്, എക്സ്ട്രീം ആണ്, സീരിയസ് കണ്ടീഷൻ, വളരെ കുറച്ച് ആളുകളിലേ ഉള്ളൂ ഇത്. അതെ അതെ. അപ്പൊ അത് എത്ര നോർമലായി വന്നാലും അതിന്റെ ഒരു ചെറിയൊരു ഇത് എങ്ങനെയാലും അവിടെ കാണാൻ പറ്റുമല്ലേ? കൺട്രോൾ, ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യം മെഡിക്കേഷനും ഫാമിലി ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണെങ്കിൽ കൺട്രോളബിൾ ആയിട്ട് ആള് ജീവിച്ചു പോകും. വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നേരെ മറിച്ച് മരുന്നും കഴിക്കുന്നില്ല, ഫാമിലിയും ഭയങ്കര സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഹോസ്പിറ്റലിൽ സെല്ലിൽ ഇടേണ്ടി വരും. ഈ നമ്മള് റോഡരികിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഈ ഷിസോഫ്രീനിയ ആണല്ലോ അല്ലേ? മിക്കതും സ്കിസോ ആണ്. നോക്കാൻ ആളില്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നൊക്കെ നേരത്തിനെടുത്ത് കൈ കൊടുക്കണോ, ഒരു നേരം തെറ്റിയാൽ അതൊക്കെ പാളിപ്പോവും. സ്കിസോ ഒക്കെ മരുന്നുമ്പോൾ ഇങ്ങനെ കൺട്രോൾ ആയി പോകല, പ്ലസ് ഫാമിലി സപ്പോർട്ട്, അല്ലെങ്കിൽ പാളിപ്പോവും. പോയി അതേ സ്പീഡിൽ തിരിച്ചു വരാം. ജനറ്റിക്കലി വൾണറബിൾ ആണ്, പോയി അതേ സ്പീഡിൽ തിരിച്ചു വരും. മരുന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇത് മാത്രമൊന്നുമല്ല, ജനറ്റിക്കലി പലതും ഉണ്ടല്ലോ. ജീന് കാരണമാവാം, ക്രോമസോം ആവാം, പലതും നമ്മൾ പറഞ്ഞില്ലേ, ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി ആവാം, എന്തും ആവാം. അതവിടെ കിടക്കുന്നുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ബാക്കി കൂടെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാണ്. എങ്ങനെയാണ് നല്ലൊരു ഫാമിലി ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഉണ്ടാവും. അതെങ്ങനെ ഇങ്ങനെ 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 പോകും. ഓൾറെഡി ഉള്ളതും പുറത്തു വരാതെയും എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. കാരണം നല്ലൊരു സപ്പോർട്ടീവ് ഫാമിലി ഒക്കെ ആണെങ്കിൽ അത് ആ പുറത്തു വരാതെ അതിങ്ങനെ ജീവിച്ച് മരിച്ചു പോകും. ബട്ട് മാം ഇപ്പൊ അത് പക്ഷെ ഭയങ്കര കുറവല്ലേ? കുറച്ച് പണ്ട് കാലത്തായിരുന്നില്ലേ കൂടുതലും? പണ്ട് കാലത്ത് ആൾക്കാർക്ക് വിവരം ഉണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. അതിന് സ്കിസോ വളരെ കുറവാണ്, വളരെ കുറവാണ്. 2% എങ്ങാനേ ഉള്ളൂ പ്രിവലൻസ്. വളരെ കുറവുള്ള സാധനം, അല്ലാതെ എല്ലാവർക്കും വരുന്ന രോഗമൊന്നുമല്ല, വളരെ കുറവാണ്. ഇങ്ങനെ വേണം കേട്ടോ, നിങ്ങളിങ്ങനെ ചോദിക്കണം. അപ്പൊ കൂടുതൽ എനിക്കും ചിലപ്പോൾ അറിയാതൊക്കെയാണ്, ഞാനൊക്കെ എന്തെങ്കിലും പോയിട്ട് തപ്പിപ്പറക്കിക്ക് കൊണ്ടുവരാലോ. അതൊരു നമുക്ക്, കാരണം ഇതൊക്കെ പഠിച്ചിറങ്ങണം. ഏതെങ്കിലും രോഗം അതെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ടെക്നിക്കൽ ടേം ഇത് സ്കിസോഫ്രീനിയ ആവാനാണ് ചാൻസ്. അപ്പം അല്ലെങ്കിൽ ഇതിന് സൈക്കാട്രിക്കിന് തന്നെ കാണിക്കണം, ഇത് ആൻസൈറ്റി ഡിസോർഡർ ആണ്, സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി, ഒരു CBT ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റിന് പറ്റണം. കാരണം നിങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നവരാ, 3rd years, ആ പരുവത്തിൽ നിങ്ങളെ ഞാൻ ആക്കി തരും. ഓക്കെ, അപ്പൊ ഞാനൊരു വൈവ പോലെയൊക്കെ വെക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ സിംറ്റംസ് ഒക്കെ ചോദിച്ചിട്ട് ഇത് ഏത് രോഗമാണ് എന്ന് രണ്ടും അണ്ടർസ്റ്റാൻഡിങ് 1ഉം 2ഉം കഴിഞ്ഞ ശേഷം ഐ ബി കണ്ടക്ടിങ് വൈവ.
ഓക്കെ, ഇങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളും പ്ലാനും ഇഗ്നോ എന്റെ ഒരു തട്ടകമായി മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് ഇയറിൽ ഭയങ്കര നല്ല സ്റ്റുഡൻസ് ഒക്കെ കയറിയിട്ടുണ്ട്. നിങ്ങളാണ് എന്റെ തുടക്കക്കാരൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. ഒരു വൈബയൊക്കെ കണ്ടക്ട് ചെയ്യണം, 3 സബ്ജക്റ്റ് പെട്ടെന്ന് തീർക്കണം, അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്റെ പ്ലാനിലുള്ളത്. അപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുക കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ഇന്ന് മൂക്കുന്ന് ഭയങ്കരമായിട്ട് ബ്ലഡൊക്കെ വന്നു. ഞാൻ ആകെ ഇച്ചിരി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കഫം കെട്ടിയിട്ടാണോ അറിയില്ല, രാവിലെ മൂക്കുന്നുണ്ട് ഇങ്ങനെ ബ്ലഡൊക്കെ വരും. ഇച്ചിരി ഒരു എന്താ പറയാ കൺഫ്യൂഷൻ. ഞാൻ വന്നു മതി ഇപ്പൊ ക്ലാസ് എടുക്കാം, അപ്പൊ കുറച്ച് സമാധാനം ഉണ്ടാവും. ഇപ്പൊ കുറച്ചൊക്കെ ഓക്കെയാണ്. Hope the class was productive and informative. നാളെ പുതിയൊരു സബ്ജക്റ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു. Thank you, ma'am. Bye bye. താങ്ക് യു മാം.